സംസ്ഥാനത്ത് നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനം. വിദേശ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്, വിസ തട്ടിപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യും. ലോക കേരള സഭയിലെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്നും ഷംസീർ പറഞ്ഞു. കത്ത് ലോക്ഭവൻ ആദ്യം മാധ്യമങ്ങൾക്കാണ് നൽകിയതെന്നും സ്പീക്കർ പറഞ്ഞു. വിശദാംശങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, രണ്ട് കാര്യങ്ങൾക്കാണ് നിലവിൽ മറുപടി വേണ്ടത്. ഒന്ന്, നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള തീരുമാനം, അത് വിദേശ റിക്രൂട്ട്മെന്റ് ഒക്കെ കൂണുപോലെ ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുണ്ട്. അതിലൊക്കെ തട്ടിപ്പിനും വിധേയരായി പലരുമുണ്ട്. അപ്പോൾ അത് വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ശ്യാമലി, സംസ്ഥാനത്ത് അനധികൃത റിക്രൂട്ട്മെന്റ് അത് വർദ്ധിച്ചു വരികയാണ്. അത് സംബന്ധിച്ചുള്ള കേസുകളും കൂടി വരുന്നു. ഒപ്പം വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് തുടങ്ങിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും വർദ്ധിക്കുകയാണ്. പക്ഷേ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് നിലവിൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു നോർക്ക പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അവസാനവട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ സ്പീക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദേശ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഇനി നോർക്ക പോലീസ് സ്റ്റേഷനായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം തന്നെ കുടിയേറ്റ രീതികളെ കുറിച്ചുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. നിലവിൽ NRI പോലീസ് സെല്ലിന് ഉപരിയായി പ്രവാസികൾക്ക് നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുള്ള സംവിധാനം കൂടി ഈ നോർക്ക പോലീസ് സ്റ്റേഷനിൽ ഒരുക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അർജുൻ വിവരങ്ങൾ നൽകിയത്.